ഇന്നാണ് നിന്റെ റിലീസ് ഡേറ്റ്, നീ ഇറങ്ങിക്കോ. താങ്ക്സ് പോലീസേട്ടാ. പോലീസേട്ടൻ പറഞ്ഞോണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റി. ഗായ്സ്, ഇനിയാണ് എൻ്റെ റിവെഞ്ച് ടൈം. ഫ്രാങ്ക്ലിൻ്റെ അടുത്തും ഷിൻജാൻ്റെ അടുത്തുമുള്ള റിവെഞ്ച്. അവന്മാർ കാരണം ഞാൻ ജയിലിലായി. അതുകൊണ്ട് അവന്മാർക്കുള്ള റിവെഞ്ച് ഇന്ന് ഞാൻ കൊടുത്തിട്ട് അടങ്ങുള്ളൂ. ഇന്ന് ഞാൻ ഫ്രാങ്ക്ലിനുള്ള റിവെഞ്ച് കൊടുക്കാൻ പോണാണ്. അതിനുവേണ്ടി നമുക്ക് നേരെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് കത്തിച്ച് വിടാം. യോഹോ, ഈ വേഗണർ കാരഞ്ഞ പണി കൊടുക്കടാ. വേണ്ട, പാവമല്ലേ. ഇനി നമുക്ക് ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ചെന്നിട്ട് വേണം അവൻ ഇംജാതി പവർ കൊടുക്കാൻ. പവറല്ല, പണി. എന്നാലാണ് അവൻ പഠിക്കുള്ളൂ. അവൻ തൊട്ടത് ഈ ദാമുവിനെ. ഈ ദാമു പറഞ്ഞാൽ എന്താണെങ്കിലും നടത്തിയിട്ടിടങ്ങുള്ളൂ. അതാണ് ദാമു. ഇവിടെ നിന്ന് നമുക്കൊരു സ്വിഫ്റ്റ് കിട്ടിയ സ്വിഫ്റ്റിന് എടുക്കാം ഗൈസ്. ഈ സ്വിഫ്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഇടയിലോട്ട് അങ്ങോട്ട് കയറ്റാം. സ്വിഫ്റ്റിന് വീതി കൂടിയ ഗൈസ്. എന്തെങ്കിലും ആവട്ടെ, വണ്ടി അങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കത്തിച്ചു വിടാം. എന്നിട്ട് അതിലുള്ള ഏറ്റവും കിണ്ണം കാച്ചി പൊളപ്പാച്ചി ബംബ്ലോസ്ക്ക് വണ്ടി അങ്ങനെ എടുക്കാം ഗായ്സ്. ഗായ്സ്, വണ്ടി കണ്ട്. ഏറ്റവും വില കൂടിയ വണ്ടി ഏതെന്നറിയാം ഈ ഗ്യാരേജിൽ. ഈ പോർഷയാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ഗോൾഡൻ ഫോർച്യൂണാണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് പോർഷയാണ് ഏറ്റവും വില കൂടിയ വണ്ടി. കാരണം ഇവിടെ ഒരു സ്ക്രാച്ച് ഇട്ടാൽ മതി, ഈ വണ്ടി ഫുള്ള് ഗോൾഡ് ആവും. കാരണം ഈ വണ്ടി ഗോൾഡ് പ്ലേറ്റ് ഉള്ളിലുണ്ട്. ഈ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് ഈ പോർഷ ഞാൻ എടുക്കും. പിന്നെ ഇത് ഫുള്ള് കാർബൺ ഫൈബർ ബോഡിയുമാണ്, ഗോൾഡ് മിക്സ് ചെയ്ത പെയിൻറ്റുമാണ്. ഇനി ഞാൻ ഈ വണ്ടീൻ്റെ മുകളിൽ 2 കോട്ട് പെയിൻ്റ് അടിക്കും. അത് കഴിഞ്ഞാൽ ഈ ഫ്രാങ്ക്ലിനും ഷിൻജാനും പിഞ്ചാനും ഒരിത്തനും മനസ്സിലാവൂല. അത്രക്ക് ഫിനിഷിങ്ങിൽ ഞാൻ പണി ചെയ്തെടുക്കും. ദാമുവിൻ്റെ വാക്ക് തന്നെയാണ്. ദാമു, വൺ ആൻഡ് ഓൺലി ദശമൂലൻ ദാമു. ഈ ദശമൂലൻ ദാമു ഫ്രാങ്ക്ലിൻ്റെ പോർഷ മോഷ്ടിച്ചിരിക്കുന്നു. യുഹി, ഈ ദശമൂലൻ ദാമു ഈ പോർഷ മോഡിഫൈ ചെയ്യാൻ പോണാണ്. ഈ വണ്ടി അങ്ങോട്ട് ഫ്രാങ്ക്ലിന് മനസ്സിലാവാത്ത രീതിയിൽ കളർ അങ്ങോട്ട് മാറ്റാൻ പോണേ. ഗ്ലാസ് ടിൻ്റടിച്ച്, ഗ്ലാസ് ടിൻ്റടിച്ച്. പിന്നെ നമ്മുടെ ബോഡി കളർ മെയിൻ പരിപാടി, കളർ മാറ്റും ഗായ്സ്. ഗായ്സ്, നമ്മൾ വണ്ടീൻ്റെ കളർ മാറ്റി വെള്ളം അടിച്ച് നൈട്രോ ഇൻസ്റ്റാള്. ഇനി ഫ്രാങ്ക്ലിന് വണ്ടി ഏതാന്ന് പോയിട്ട് ഏത് വണ്ടിയാന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലാക്കിയിട്ടുണ്ട് നമ്മൾ. അതാണ് ദശമൂലൻ ദാമു. ഇനി ഈ ദശമൂലൻ ദാമുവിൻ്റെ അടുത്ത പരിപാടി ഞാൻ കാണിച്ചു തരാം. ഈ ദശമൂലൻ ദാമു ഈ വണ്ടി ഒളിപ്പിക്കാൻ വന്ന സ്ഥലം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കഴിഞ്ഞ വട്ടം ഗ്യാരേജിൻ്റെ പുറകിൽ ഡോറേമോൻ്റെ വണ്ടി മോഷ്ടിച്ചിട്ട് വെച്ചില്ലേ, ഇത്തവണ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് വെക്കാൻ പോകുന്നത്. ഗ്യാരേജിൻ്റെ പുറകിൽ തന്നെ നമ്മൾ പിന്നെയും വെക്കോ? ഇല്ല, അത്രക്ക് മണ്ടനല്ലേ ഈ ദശമൂലൻ ദാമു. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കാം. ഫ്രാങ്ക്ലിന, എനിക്ക് നമ്മുടെ പുതിയ ഫോർച്യൂണർ റൈഡ് പോകണം. ഫ്രാങ്ക്ലിന, നമ്മുടെ മറ്റേ പോർഷ എന്തേ? ഫോർച്യൂണർ ഇവിടെ ഉണ്ട്. ഫ്രാങ്ക്ലിന, ഇവിടെ നമ്മുടെ പോർഷക്ക് ഒരു സ്വിഫ്റ്റ് വന്നേക്കണം. അയ്യേ ഗായ്സ്, ഈ പോർഷ ഇവിടെ പോയി ഗായ്സ്. നമ്മുടെ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത പോർഷ കാണുന്നില്ല ഗായ്സ്. എനിക്ക് പോർഷ വേണം. എടാ ഷിൻജാനെ, സമാധാനപ്പെടാ, കുഴപ്പമില്ല. നമുക്ക് പോർഷ നോക്കാൻ പോവാം. ഫ്രാങ്ക്ലിന, ഫസ്റ്റ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാം, എന്നിട്ട് പോർഷ നോക്കാൻ പോവാം. സെറ്റടാ ഷിൻജാനെ, നമുക്ക് പോർഷ നോക്കാൻ പോവാം. ഫസ്റ്റ് അല്ല, സെക്കൻഡ്. ഗായ്സ്, നമുക്കാണെങ്കിൽ നേരെ അവിടെ കത്തിച്ചു വിടാം. യോഹൂ, ഇനി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ ഷിൻജാനും ഫ്രാങ്ക്ലിനും പിഞ്ചാനും കംപ്ലൈൻറ്റ് ചെയ്യും. ഷിൻജാൻ ചേട്ടാ, നമുക്ക് പോർഷ കിട്ടോ? പിന്നെ കിട്ടാണ്ട് എന്ത് ചെയ്യൂടാ പിഞ്ചാനെ, നമുക്ക് നമ്മുടെ പോർഷ കിട്ടും. നമ്മുടെ പോർഷയിൽ GPS ഉണ്ട്, നമുക്ക് GPS ട്രാക്ക് ചെയ്യാം. ഫസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരുടെ അടുത്ത് കാര്യം പറയാം. എന്നിട്ട് നമുക്ക് പോർഷ നമ്മുടെ ഫോണിൽ കൂടി GPS ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാം. ഗേയ്സ്, നമ്മൾ ഈ വണ്ടിയും കൊണ്ട് ഈ പാട്ട വണ്ടിക്കാണെങ്കിൽ സ്പീഡും ഇല്ല. ഈ വണ്ടി എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. എടാ ഷിൻജാനെ, നിനക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടാം. പിന്നെ ഫ്രാങ്ക്ലിനാണ് ഈ വണ്ടി പൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടി ഓടിക്കണത്. എന്നാൽ നീ ആദ്യമായിട്ട് ഓടിച്ചോടാ ഷിൻജാനെ, ഈ വണ്ടി നിനക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം. താങ്ക്സ് ഫ്രാങ്ക്ലിന. യുഹു ഗായ്സ്, നമുക്ക് വണ്ടി എന്ത് ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യാം. പോലീസേട്ടാ, എന്താണ് മോനെ പ്രശ്നം? പോലീസേട്ടാ, എൻ്റെ ഫ്രാങ്ക്ലിൻ്റെ പോർഷ ഒരു കള്ളം മോഷ്ടിച്ച്. മോന്, അത് ഇത്ര പേടിക്കാനില്ല, ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം. ചേട്ടാ, ഇവിടെ നിന്ന് കള്ളനെ വല്ല റിലീസ് ചെയ്തായിരുന്നു. പിന്നെ ആ ദശമൂലൻ ദാമുവിനെ റിലീസ് ചെയ്ത്. എൻ്റെ പൊന്നോ, ഫ്രാങ്ക്ലിന, പ്രശ്നം എന്താണെന്ന്
ദേശമൂലം താമോ. അവൻ്റെ ഇത് വണ്ടി കിട്ടൽ ഇത്തിരി പാടാണ്. ഈ ഷിൻജാനെടുത്ത് വാ ഫ്രാങ്ക്ലിനാ, പിഞ്ചാനെ വന്ന് വണ്ടി കയറ്. ഓക്കേടാ പിഞ്ചാനെ, നമുക്കിനി ചെന്ന് വണ്ടി അങ്ങോട്ട് നോക്കാം. മിക്കവാറും അവനെ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിരിക്കും വെച്ചേക്കണത്. ഫസ്റ്റ് തന്നെ കഴിഞ്ഞ തവണ വെച്ച സ്ഥലത്തോട്ട് നമ്മൾ നോക്കാം. ആദ്യം നോക്കി തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നോക്കാം, എന്നിട്ട് നോക്കാം ബാക്കിയുള്ള അവിടെയൊക്കെ. യൂഹൂ ഗായ്സ്, ഇവിടെയൊന്നും ഇല്ല, ഇവിടെ കാണില്ലല്ലോ. അവനപ്പോൾ വേറെ ഏതോ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത്തിരി ദൂരം റോങ് സൈഡ് പോവാം, അത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ എവിടെ വെച്ചേന്ന്. ഗായ്സ്, ഈ റോങ് സൈഡ് നമുക്ക് കത്തിച്ച് പറപ്പിച്ച് വീടണാണ് ഗായ്സ്. ഇനി നമുക്ക് എവിടെ നമ്മുടെ വണ്ടി കിട്ടുമെന്നൊന്നും പറയാൻ പറ്റൂല. നമ്മൾ മെക്കാനിക്കിൻ്റെ അടുത്തോട്ട് പോകണം, നമ്മുടെ സ്വന്തം ബെന്നി അണ്ണൻ്റെ അടുത്തോട്ട്. ഈ ബെന്നി അണ്ണൻ എന്ത് പറയും എന്ത് ചെയ്യും ഒന്നും എനിക്കറിയാൻ പാടില്ല. നമുക്ക് ബെന്നി അണ്ണൻ്റെ അടുത്ത് ചോദിക്കാം. യുപി ഗായ്സ്, ഈ ബെന്നി അണ്ണൻ എവിടെ പോയിരിക്കണാണ് ഗായ്സ്? ബെന്നി അണ്ണൻ്റെ അടുത്ത് ചോദിക്കാനാണെങ്കിൽ ബെന്നി അണ്ണൻ്റെ ഗ്യാരേജും കാണില്ല. എന്നാലും നമുക്ക് പറപ്പിച്ച് വിടാം. ഇത് റോങ് സൈഡ് പോയി നമ്മളൊന്നും വരാൻ പോണില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫ്ലിപ്പ് അടിക്കാൻ സിമ്പിളല്ലേ. ഞാൻ ഒരറ്റട്ടാണ് എടുത്താൽ മതി. എൻ്റെ പൊന്നോ, നമ്മളിപ്പോൾ ചത്തേനെ. ഇതിൻ്റെ ബാക്കിൽ ബെന്യാണൻ്റെ വർക്ക് ഷോപ്പിൻ്റെ ബാക്കിൽ കാണാം ഗായ്സ്. ഇവിടെ ഇനി നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് നോക്കാം. ദേശമൂലം ദാമുനാമ ഒന്നും കൂടി അറസ്റ്റ് ചെയ്തിരിക്കും. ഇത് ഷിൻജാൻ്റെ വാക്കാണ്. ദാമു ഇന്ന് അറസ്റ്റിലാണ് അല്ലേ ഫ്രാങ്ക്ലിനാ? അതേടാ ഷിൻജാനെ, ഇന്ന് ഫ്രാങ്ക്ലിൻ അണ്ണൻ്റെയും കൂടി വാക്കാണ്. പിഞ്ചാൻ്റെ വാക്കാണ്. ഇന്ന് ദാമു അറസ്റ്റിലാണ്. യെസ്, ഇന്ന് ദാമു ഈസ് അറസ്റ്റ്. ഗായ്സ്, ഈ ഭാഗത്തൊക്കെ നമ്മൾ നോക്കണം നല്ലോണം. കാരണം ദാമു എവിടെ വേണമെങ്കിലും വണ്ടി ഉറപ്പിച്ച് വെക്കാം. നമ്മുടെ പോർഷയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നമുക്ക് ഈ ഭാഗത്തൊന്ന് നോക്കാം ഗായ്സ്. ഇതിൻ്റെ ഉള്ളിലൂടെ എങ്ങനെ കയറാനാണ് ഗായ്സ്? നമ്മ ഇതിൽ വഴിയുണ്ട. കണ്ടു ഞാൻ വഴി. നമ്മുടെ പോർഷ ഇവിടെ ഉണ്ടാവുമെന്ന എൻ്റെ പേടി. ഏതെങ്കിലും എൻ്റെ പോർഷൻ എനിക്ക് വേണേ, എൻ്റെ പോർഷ എനിക്ക് വേണേ, എൻ്റെ പോർഷ എനിക്ക് കാണണം. പോർഷ എനിക്ക് പോർഷനെ വേണേ. ഗായ്സ്, ഇവിടെ വണ്ടി. വണ്ടി ദാമു അവിടെ പോയി. ചിലപ്പോൾ ദാമു പൈസ കൊടുക്കാൻ പോയിട്ടുണ്ടാവും. പക്ഷേ ഇവൻ വണ്ടീൻ്റെ കളർ മാറ്റി. ആദ്യമുള്ള ശിക്ഷ നമുക്ക് കൊടുത്തിരിക്കും. നമ്മ ഈ സ്വിഫ്റ്റിൽ പോയിട്ട് അവനെ അറസ്റ്റ് ചെയ്യും. ഫ്രാങ്ക്ലിനാ, പിഞ്ചാനെ നിങ്ങൾ അവനെ ഇവിടെ നിന്ന് ഹാൻഡിൽ ചെയ്തോ, ഞാൻ അവനെ പോയി നോക്കിയിട്ട് വരാം. ഫ്രാങ്ക്ലിനാ, ഇവിടെ അവന്മാർ വന്നെയാണെങ്കിൽ വെയിറ്റ് ചെയ്യും, ഞാൻ നോക്കിയിട്ട് വരാം. ഓക്കേടാ ഷിൻജാനെ. ഇനി നമുക്ക് അവന്മാർ എവിടെ നിന്ന് വരുമെന്ന് നോക്കാം. അവനെങ്ങാനും ഇവിടെ നിന്ന് വല്ല വന്നെയാണ് നമുക്ക് തലങ്ങാൻ അടിച്ചു പൊളിക്കാം. നല്ല സൂപ്പർ ആയിരുന്നു. ഇവനാ? അച്ഛോ, ഞാൻ ഇനി എന്ത് ചെയ്യും? അല്ലെങ്കിൽ നീ അനുഭവിക്കും. ഹാൻഡ്സ് അപ്പ്, വാടാ. മര്യാദക്ക് വന്നോ, അല്ലെങ്കിൽ അറിയാലോ ഷിൻജാനെ. അറിയാ, ഞാനിനി ഒന്നും കുറ്റം ചെയ്യൂലേ. അങ്ങനെ വഴിക്കുക. പിന്നെ ഞാൻ പണി തരാൻ പോണേ നിനക്കിട്ട് പണി തരും ഈ ഷിൻജാൻ. ഈ ഷിൻജാനെ ഫ്രാങ്ക്ലിൻ്റെ വണ്ടി മോഷ്ടിക്കാൻ മാത്രം നീ വളർന്നാടാ. നിന്നായിട്ടുള്ള ഫൈറ്റിന് എനിക്ക് നേരമില്ല. പക്ഷെ നിന്നെ തന്നെ സ്വിഫ്റ്റിൽ എനിക്ക് നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വാശി. വണ്ടി കയറാം. ഞാൻ കയറിക്കോളാവേ. എല്ലാവരും വന്ന് വണ്ടി കയറുന്ന വേഗം. എടാ ഷിൻജാനെ കിടന്ന് ധൃതി പിടിക്കല്ലേ, ഞാൻ തന്നെ ഫസ്റ്റ് കയറും. സെക്കൻഡ്. എന്നെ നീയൊക്കെ മനപ്പൂരം കയറ്റണേന്ന് അറിയാലെന്നെ. സോറി. ഇനി കള ഹിമാറിനെ നമുക്ക് കൊണ്ട് കളയാം. ഈ ഷിൻജാൻ പറഞ്ഞ വാക്ക് വലിച്ചിരിക്കും. നമ്മ പോലീസ് സ്റ്റേഷനിൽ ഇവരെ കൊണ്ട് കളയാൻ പോണേ. എന്നെ പോലീസ് സ്റ്റേഷനിൽ ഉപേക്ഷിക്കല്ലേ പോലീസ് സ്റ്റേഷനിൽ. ഞാൻ ലാസ്റ്റ് ഒരു വട്ടം പോലീസ് സ്റ്റേഷനിലായപ്പോൾ എനിക്ക് പണി കിട്ടിയതടേ. എന്നെ ഇനിയൊന്നും ചെയ്യല്ലേ. നിന്നെ ഇനി ഒന്നും ചെയ്യാനില്ല, നിന്നെ അറസ്റ്റ് മാത്രമേ ചെയ്യുള്ളൂ. ഞാനിവനെ പിടിച്ചിട്ടുണ്ട്, നീ ഹാൻഡിൽ ചെയ്തോ. ഞാനിവനെ അങ്ങോട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. പോലീസ് എനിക്ക് കിട്ടി. ഈ സെല്ലി തന്നെ ചെയ്താൽ ശരിയാവൂല. ഈ സെല്ലി വല്ലതും ചെയ്യാം, അതാണ് നല്ലത്. മര്യാദക്കൊന്ന് ഇനി നിന്റെ ജീവിതകാലം മുഴുവൻ ഈ സെല്ലിലായിരിക്കും. അത് ഷിൻജാന്റെ വാക്കാണ്. ഷിൻജാന്റെ വാക്ക്. ഷിൻജാന്റെ വാക്കാണ്. ഇനി നമുക്ക് സെല്ലിൽ നിറങ്ങാം. വേഗം വാ പിഞ്ചാനെ ഫ്രാങ്ക്ലിനാ, വേഗം വാ. ഈ സെല്ല് ഇപ്പൊ തന്നെ അടച്ചില്ലെങ്കിൽ ശരിയാവൂല. സെല്ലൊക്കെ അടച്ചിട്ടുണ്ട്. ഗായ്സ്, നാം ഈ ദാമുവിനെ പിന്നെയും പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എടുത്തല്ലോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.